ദൈവം കോരശിനെ കണ്ടു. കോരശ് ജനിക്കുന്നതിന് മുമ്പേ ദൈവം പ്രവചിക്കുകയാണ്, കോരശ് എന്നൊരു വ്യക്തി ജനിക്കും, അവൻ എന്ത് ചെയ്യും, അവന്റെ ഒരു രാജാവായിരിക്കും, അവൻ എന്റെ ജനത്തിന് ഇടയനായി തീരും. എന്താ ഇടയൻ എന്ന് പറയുന്നത്? ഒരു ജനത്തെ കൂട്ടി യോജിപ്പിച്ച് പുറപ്പെടുവിച്ച് കൊണ്ടുപോകുന്നതാണ് അവൻ ഇടയന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അവൻ ബാബിലോൺ പ്രവാസത്തിൽ കിടന്ന യഹൂദ ജനത്തെ അവൻ വിടുവിച്ച് പുറത്തു കൊണ്ടുപോകാൻ പാർസിപ്പുവായ ഈ കോരശിനെ ദൈവം ഉപയോഗിച്ചു. അവൻ അവിടെ എന്താണ് അവൻ ചെയ്തത്? അവൻ പാർസിപ്രൂവിന്റെ കാലത്ത് അവൻ വിളംബരം പുറപ്പെടുവിച്ച് അവൻ ബാബിലോണായിരിക്കുന്ന ബാബിലോൺ സാമ്രാജ്യത്തെ അവിടെ എതിർക്കുവാൻ. നമ്മുടെ 45 ഒന്നാം വാക്യങ്ങൾ വായിക്കാവോ? 45 1. രാജാക്കന്മാരുടെ അനക്കച്ചകളെ അഴിക്കേണ്ടതിനും കഥകൾ അവനെ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. അവനിവിടെ പറയാണ്, ആമേൻ, യഹോവയെ അറിയാത്ത കോരശിന്റെ വലങ്കി ആരെ പിടിച്ചിരിക്കുന്നേ? ദൈവം പിടിച്ചിരിക്കുകയാണ്. അവന് ദൈവത്തെ നേരിട്ട് പരിചയമില്ലാത്ത ഒരു ജാതീയ പ്രഭുവായ കോരശ്, ആ കോരഹിന്റെ വലങ്കൈ ആര് പിടിച്ചിരിക്കുന്നു? ദൈവം പിടിച്ചു. ദൈവം ഒരുവനെ തെരഞ്ഞെടുപ്പാൻ വിചാരിച്ചാൽ ദൈവം തെരഞ്ഞെടുത്ത് തന്നെയാണ്. ദൈവം ഒരുവനെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചാൽ ദൈവം ഉപയോഗിച്ചിരിക്കും. അവൻ ഇവിടെ പറയുകയാണ്, കോരശിനെ കുറിച്ച് 3-4 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം പറയുകയാണ്, അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചുകളെ അഴിക്കേണ്ടതിന്. എന്തിനാ? ബാബിലോണിൽ പ്രവാസത്തിൽ കഴിയുന്ന ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനത്തെ പിടിവിക്കണം. കാരണം ബാബിലോൺ എന്ന വലിയൊരു പ്രവാസം അല്ലെങ്കിൽ വലിയൊരു ഇടം. അവരുടെ അവിടെ പറയുകയാണ്, അവരുടെ ആ വ്യക്തികളെ, ആ ബാബിലോണിനെ എന്ത് ചെയ്യണം? കീഴടക്കണം. അതിന് ആര് ഉപയോഗിക്കുന്നു? ദൈവം കോരശിനെ ദൈവം ഉപയോഗിക്കുന്നു. അടുത്ത് പറയുന്നു, അവിടുത്തെ രാജാക്കന്മാരുടെ അരക്കച്ചകൾ എന്ത് ചെയ്യണം? അഴിക്കണം. അടുത്ത് പറയുകയാണ്, അവിടുത്തെ കഥകൾ എന്ത് ചെയ്യണം? തുറന്നിരിക്കണം. അടുത്ത് പറഞ്ഞ വാതിലുകൾ എന്ത് ചെയ്യണം? അടയാതിരിക്കണം. അങ്ങോട്ട് തുറന്നു പോയി തിരിച്ചു വരുമ്പോ വാതിൽ അടച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങോട്ട് തുറന്നു കിടക്കണം. ഇങ്ങോട്ട് എന്ത് ചെയ്യുക? തുറന്നു കിടക്കണം. ഇവിടെ കോരശിനെ ദൈവം ഉപയോഗിക്കുകയാണ്. ബാബിലോണിന്റെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെയുള്ള താമര കഥകളൊക്കെ എന്ത് ചെയ്യുക? ഓട്ടോമാറ്റിക്കലി തുറന്നു വരിക ചെയ്യണേ. ദൈവം കോരശിനെ ദൈവം ഉപയോഗിച്ച് എന്തിനാ? ഈ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ, അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ, ആ നിലവിളിച്ച് കിടക്കുന്ന ജനത്തെ വിടിക്കുവാൻ ജാതീയ രാജാവായ കോരശിനെ ദൈവം ഉപയോഗിച്ചു. കോരശിനെ ദൈവം ഉപയോഗിക്കുക മാത്രമല്ല, അവിടെ നമ്മൾ 44-ന്റെ 28-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ അവിടെ എന്ത് ചെയ്യുക? അവരെ തിരിച്ച് അവരുടെ സ്വന്തം നാട്ടിലേക്ക് മടക്കി വരുത്തി. എന്നാൽ മടക്കി വരാതെ ചിലരെന്ത് ചെയ്യുക? നമുക്ക് വചനത്തിൽ വായിക്കുമ്പോൾ കാണാം, ചിലർ അവിടെയൊക്കെ തന്നെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അവരെയും കൂടെ ചേർത്ത് കൊണ്ടുവരുവാൻ വേണ്ടി ഒരു നല്ലിടയന്റെ ചില ഡ്യൂട്ടീസ് കാണിച്ച്, ഇതിന്റെ സ്വഭാവങ്ങൾ കാണിച്ച് അവരെയും കൂടെ ഇവരോടൊപ്പം ചേർത്ത് കൊണ്ടുവരുവാൻ നല്ല ഇടയന്റെ ശുശ്രൂഷ ചെയ്ത കോരശ് അവരെ സ്വന്തം നാട്ടിലേക്ക് മടക്കി വരുത്തുക മാത്രമല്ല, അവിടെ 28-ാം വാക്യം പറഞ്ഞ പോലെ യെരൂശലേം പണിയപ്പെടുവാൻ വേണ്ടി അതിനുള്ള ഉത്തരവും കോരശ് രാജാവ് അവർക്ക് വേണ്ടി പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. അവിടെ മടക്കി വരുത്തി അവർക്ക് വേണ്ടി എന്ത് ചെയ്യുക? അവരെ തിരിച്ച് അവരുടെ നാട് അല്ലെങ്കിൽ രാജ്യം തിരിച്ചു പിടിച്ച് അവിടെ യെരൂശലേം ദേവാലയം പണിയുവാൻ വിളംബരം പുറപ്പെടുവിച്ച രാജാവാണ് കോരശ് രാജാവ്. ഈ കോരശ് രാജാവിനെ ഒന്നുകൂടെ പറയുവാണെങ്കിൽ ദൈവത്തെ അറിയാത്ത ഒരു രാജാവ്. എന്നാൽ ദൈവം അവനെ എന്ത് ചെയ്യുക? ദൈവം അവനെ അറിഞ്ഞിരുന്നു. ദൈവം അവന്റെ വലം കൈ പിടിച്ചിരുന്നു. അവന് മുമ്പായി അവന് വേണ്ടി അവനിലൂടെ ശക്തമായി തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടപെട്ട ദൈവം കോരശിനെ ശക്തമായി ഉപയോഗിച്ചു. നാം വചനം പഠിക്കുമ്പോൾ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ ഒരു നിഴലായിട്ടാണ് കോരശിനെ കാണുന്നത്. ഇവിടെ നല്ല ഇടയനായി അവനെ ഉപയോഗിക്കുന്നു. പഴയ നിയമത്തിൽ നല്ല ഇടയൻ, നല്ല അഭിഷക്തൻ എന്ന് വളരെ റെയറായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ കോരശിനെ ഉപയോഗിക്കുന്നു. നല്ല ഇടയനാണ്, അവൻ അഭിഷക്തനാണ്. എന്താ അഭിഷക്തൻ? ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ ഹിതം ചെയ്യുവാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയെ പറയുന്നതാണ് അഭിഷക്തൻ എന്ന് പറയുന്നത്. ഇന്ന് പകൽ നമ്മളെ ഈ ദേശത്താക്കി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതമാണ് നാം ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന്റെ അഭിഷക്തൻ ഗണത്തിലാണ് നാമം പെടുന്നത്. ഹല്ലേലൂയ. ഇന്നാളിൽ ചിതറിക്കിടക്കുന്ന ജനത്തെ, പാപത്തിന്റെ പടുകുഴിയിൽ കിടക്കുന്ന ജനത്തെ, അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുവാൻ വേണ്ടിയുള്ള ഒരു ദൗത്യമാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവം നമുക്ക് തരുന്ന ഒരു ബലം എന്ന് പറയുന്നത് നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. അവൻ നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുകയാണ്.
പറയുകയാണ്, ഇന്ന് പകൽ നാം ആരുമാകട്ടെ, നമ്മുടെ കഴിവ് എന്തുമാകട്ടെ, ഇന്ന് പകൽ നാം ദൈവത്തിന് വേണ്ടിയാണ് നിലകൊള്ളുവാൻ തയ്യാറാണെങ്കിൽ ചില ജാതീയ കോട്ടകളെ തകർക്കുവാൻ, ചില താമര കഥകളെ തകർക്കുവാൻ, ചില ഇരുമ്പോടാലുകളെ തകർക്കുവാൻ, പുതുവഴികളെ നമ്മുടെ ജീവിതത്തിൽ നാം തുറന്നു വരുന്നത് നാം നമ്മുടെ കണ്ണിലാൽ നാം കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അത് മാത്രമല്ല, ദൈവത്തിന്റെ ഹിതം നമ്മളുടെ നിറവേറുമ്പോൾ അന്ധകാരത്തിൽ കിടക്കുന്ന, കൂരിട്ട് കിടക്കുന്ന, ബന്ധനത്തിൽ കിടക്കുന്ന, ചങ്ങലയിട്ട് കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ ദൈവം നമ്മുടെ കരങ്ങളെ ദൈവം ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ജാതീയ രാജാവായ കോരശിനെ ദൈവം ഒരു ജനതയുടെ വിടുതലിന് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു സകല മാനവർക്കും വേണ്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇവിടെ 150 വർഷങ്ങൾക്കപ്പുറം കോരശനെ കുറിച്ച് യെശയ്യാ പ്രവചനത്തിൽ പ്രവചിക്കുമ്പോൾ 700 വർഷങ്ങൾക്ക് ഇപ്പുറം കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് കൂടി എന്ത് ചെയ്യുക, ജനം അക്സെപ്റ്റ് ചെയ്യുവാൻ വേണ്ടി 700 വർഷങ്ങൾക്ക് ഇപ്പുറം പ്രവചിച്ചെങ്കിൽ മശിഹ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും നൽകി നമ്മെ വീണ്ടെടുത്ത നമ്മുടെ അരിമ കർത്താവായ യേശു ക്രിസ്തു ഇന്ന് പകൽ നമുക്ക് വേണ്ടി ജീവിക്കുന്ന കർത്താവാണ്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഇന്ന് പകൽ പാപികളും ദോഷികളുമായി നമ്മെ വിടുവിച്ച് വീണ്ടെടുത്ത് ഇന്ന് പകൽ അപ്പ പിതാവേ എന്ന് വിളിക്കുവാൻ സ്വന്തം പുത്രത്തിന്റെ അധികാരം നമ്മുടെ മേൽ നൽകി നമ്മെ ഈ ദേശത്ത് ദൈവമാക്കിയിരിക്കുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ഹിതം ചെയ്യുന്ന, ദൈവത്തിന്റെ അഭിഷിക്തനായി നാം മാറണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം നമ്മെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തിന്റെ നല്ല ഇഷ്ടം ചെയ്യുന്ന, ദൈവത്തിന്റെ ഹിതം ചെയ്യുന്ന ഒരു അഭിഷിക്തനാണോ ഞാൻ? ദൈവമേ ഹല്ലേലൂയ. പ്രകാരം ദൈവത്തിന്റെ തകർന്നു കിടക്കുന്ന ആലയത്തെ പണിയപ്പെടുവാൻ ഇന്ന് ഒലിപ്രസഭയിൽ നാം നിൽക്കുമ്പോൾ കാലാകാലങ്ങളിൽ ഈ സഭയോട് നമ്മെ ദൈവം കൂട്ടിച്ചേർക്കുമാറാക്കി, കാലാകാലങ്ങളിൽ ദൈവം നമ്മെ ഈ സഭയോട് ചേർക്കുമാറാക്കി, ഈ ആലയത്തിന്റെ പണിക്ക് വേണ്ടി ഈ ദൈവസഭയുടെ ഒടുക്കത്തിന് വേണ്ടി, ദൈവസഭയുടെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടി നമ്മെ എത്രത്തോളം ദൈവം ഉപയോഗിക്കുന്നുവോ അത്രത്തോളം നാം ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണോ? ദൈവസഭയുടെ അടിസ്ഥാനത്തിന് വേണ്ടി, ദൈവസഭയുടെ പണിക്ക് വേണ്ടി, ദൈവസഭയുടെ കെട്ടുറപ്പിന് വേണ്ടി ദൈവം നമുക്ക് തരുന്ന താലന്തുകൾ, ദൈവം നമുക്ക് തരുന്ന നമ്മുടെ കഴിവുകൾ, ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ നാം ശക്തിയോടെ ഉപയോഗിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുകയാണ്, ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്, ഇവൻ എന്റെ അഭിഷിക്തനാണ്. ഇന്ന് പകൽ ദൈവം നമുക്ക് വേണ്ടി മുമ്പായി താമരവാതിലുകളെ തകർക്കുന്നു, ഇരുമ്പോടാലുകളെ എന്ത് ചെയ്യുക, തകർക്കുന്നു. പുതുവഴികൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം തുറന്നു തരിക തന്നെ ചെയ്യും. ഇന്ന് പകൽ ദൈവം ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. ദൈവം ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽ അവൻ നമ്മെ വലം കൈ പിടിച്ച് നമ്മെ നടത്തുന്ന ആ നല്ല കർത്താവ്, നമ്മെ ജയോത്സവമായി നമ്മെ നടത്തുന്ന കർത്താവ്, നാം പാടിയതുപോലെ നമുക്ക് ജയം നൽകുന്ന നല്ലൊരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് പകൽ നമ്മൾ ഏതെല്ലാം പ്രയാസത്തിലൂടെ കടന്നു പോകുന്നോ, രോഗമാകട്ടെ, ക്ഷീണമാകട്ടെ, സാമ്പത്തിക ഞെരുക്കമാകട്ടെ, കൂടെയുള്ള ആശുപത്രി കേസാകട്ടെ, എന്തുമാകട്ടെ, ഇന്ന് പകലിൽ നമുക്ക് ജയത്തോടെ ദൈവത്തിന്റെ സന്നിധി നാം നിൽക്കുമ്പോൾ അതിനെല്ലാം തകർക്കുവാൻ, അതിനെല്ലാം ജയിപ്പാൻ ദൈവം നമുക്ക് അത്യന്ത ശക്തി തരും. എങ്ങനെയാ? അവൻ എന്റെ വലം കൈ പിടിച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ ഉറപ്പോടെ ശക്തിയോടെ നാം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മെ ഇടയായി തീരുമാറാകട്ടെ. നമ്മൾ വായിച്ചതുപോലെ ഇസ്രായേൽ ജനം തന്റെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വന്ന് അവിടെ ദൈവത്തിന് ആലയം പണിത് ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് അവിശ്വസ്തത കാണിച്ച ജനം മടങ്ങി വന്ന് ദൈവത്തിന്റെ വിശ്വസ്തരായി തീരുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അവർ കേവലം കോരശിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഈ നാളുകളിൽ നമ്മെ ദൈവം ഉപയോഗിക്കുമാറാകട്ടെ. നമ്മായിരിക്കുന്ന ദേശത്ത്, നമ്മായിരിക്കുന്ന ഭവനത്തിൽ, നാം കടന്നു ഇടങ്ങളിൽ കോരശിനെ പോലെ ദൈവത്തിന്റെ ഹിതം ചെയ്യുന്നവരായി യേശു ക്രിസ്തുവിന്റെ നല്ല സാക്ഷിയായി ജീവിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. യുവജനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ജോലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശുദ്ധ കാര്യങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിന്നിന പാത്രരായി മേവാൻ നമ്മെ